ഓഗസ്റ്റ് 15 ഇനി ദിവസങ്ങളേ ഉള്ളൂ, സ്വാതന്ത്ര്യദിനാഘോഷം നടക്കാൻ പോവുകയാണ്. പക്ഷേ ഇക്കുറി സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട് ആഘോഷങ്ങൾ നടത്തരുത്, ദേശീയ പതാക ഉയർത്തരുത് എന്നൊക്കെ ഖലിസ്ഥാൻ ഭീഷണി വന്നിട്ടുണ്ട്. നമ്മുടെ മാധ്യമങ്ങളൊന്നും പറയുന്നില്ല. നമുക്ക് ആ വിവരമൊന്നും നമ്മുടെ പ്രേക്ഷകരെ അറിയിച്ചാൽ എന്താ? പിന്നെ തീർച്ചയായും എല്ലാവരും ഇത് അറിഞ്ഞിരിക്കേണ്ടതാണ്, ജാഗ്രത പുലർത്തേണ്ടതുമാണ്. അതായത് 6 for Justice എന്ന് പറഞ്ഞ സംഘടന, സിഖുകാരുടെ അത് ഇന്ത്യ നിരോധിച്ചിട്ടുള്ള സംഘടന. കാനഡയിൽ നിർബാധം പ്രവർത്തിക്കുന്ന സംഘടനയാണ്. അതെ. പിന്നെ ട്രൂഡോ ഉണ്ട് അവിടെ. ട്രൂഡോയുടെ നേതൃത്വം ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുന്നതുകൊണ്ട് ഇവർക്ക് നിർബാധം എന്തു വേണമെങ്കിലും ചെയ്യാം. 6 for Justiceൻ്റെ ഒരുത്തനാണ് അമൃത് പാൽ സിംഗ് എന്ന് പറഞ്ഞ ആൾ. പഞ്ചാബിൽ നിന്ന് ജയിച്ചു. ദിബ്രുഗഡ് ജയിലിലാണ്, അസമിൽ നിന്ന്. അതെ, ജയിലിൽ നിന്ന് വന്നിട്ട് പരോളിൽ വന്ന് MP ആയിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് തിരിച്ച് ജയിലിലേക്ക് തന്നെ പോവുകയൊക്കെ ചെയ്തു. ദിബ്രുഗഡ് എനിക്ക് നല്ല പരിചയമുള്ള സ്ഥലമാണ്. കാരണം അങ്ങനെ ഒരു കഥയുണ്ട്, ദിബ്രുഗഡ് എക്സ്പ്രസ്. എൻ്റെ സുഹൃത്ത് ദേശാഭിമാനിയുടെ തിരുവനന്തപുരം ബ്യൂറോ ചീഫായ ദിനേശ് വർമ്മ എഴുതിയ ഒരു മനോഹരമായ കഥയാണ്. ശരി, വായിച്ചിട്ടില്ല. അപ്പോൾ ഈ 6 for Justice മറ്റേ ഉണ്ടാക്കി കൊണ്ടു നടക്കുന്ന ഗുർപത്വന്ത് സിംഗ് പന്നുൻ നമ്മുടെ പന്നൻ ആണ് ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ട്. അങ്ങേര് വീഡിയോ ഇറക്കിയിട്ട് പറഞ്ഞിരിക്കുന്നത് ഭഗവന്ത് സിംഗ് മാനിന്, പഞ്ചാബിലെ മുഖ്യമന്ത്രി ഭഗവന്ത് സിംഗ് മാനിനുള്ള ഒരു ഭീഷണി, മുന്നറിയിപ്പാണ്. ഓഗസ്റ്റ് 15 ത്രിവർണ്ണ പതാക ഉയർത്തരുത് പഞ്ചാബിൽ, ചണ്ഡീഗഡിലോ എവിടെയും, അമൃത്സറിലോ എവിടെയാണെന്ന് വെച്ചാൽ. ഇത്തവണ ജലന്ധറിൽ ഉയർത്തും എന്നാണ് ഭഗവന്ത് സിംഗ് മാൻ പറഞ്ഞിരിക്കുന്നത്. നടക്കില്ല. എന്നിട്ട് അല്ല, നടക്കില്ല എന്ന് പറഞ്ഞാൽ പന്നുൻ പറഞ്ഞിരിക്കുന്നത് അത് തടയണം, സിഖ് യുവാക്കൾ എങ്ങനെയും തടയണം. തടയുന്ന ആൾക്ക് 1 കോടി രൂപ സമ്മാനമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിനു മുമ്പും പലതരം സമ്മാനങ്ങൾ ഇങ്ങനെ ആളുകളെ കൊല്ലാനും ഒക്കെ ഈ പന്നുൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ വീഡിയോയിൽ പറയുന്നത് പഞ്ചാബ് ഇന്ത്യയുടെ ഭാഗമല്ല, ത്രിവർണ്ണ പതാകയ്ക്ക് കീഴിലാണ് സിഖ് കൂട്ടക്കൊല നടന്നത്, കർഷകരെ ആക്രമിച്ചത്, കർഷക കലാപത്തിനെ ആക്രമിച്ചത്. ഇപ്പോൾ മാൻ ജലന്ധറിൽ കൊടി പൊക്കും എന്നാണ് പറയുന്നത്. സർക്കാർ മറ്റേ കർഷക ആത്മഹത്യക്ക് പിന്നിലുള്ളത് സർക്കാരാണ്. ബംഗ്ലാദേശിനെ പറ്റി പറയുന്നുണ്ട്. ബംഗ്ലാദേശിൽ നടന്നത് നമുക്ക് അഭിമാനം നൽകുന്ന കാര്യമാണ്. അമേരിക്കൻ വിരുദ്ധ സർക്കാർ ആയിരുന്നു ഇതുവരെ അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഹസീന ഇന്ത്യയുടെ പാവ മാത്രമായിരുന്നു. ഇന്ത്യക്ക് അവിടുത്തെ അട്ടിമറി ഒരു സന്ദേശമാണ്. മോദിയെയാണ് അടുത്തതായിട്ട് അട്ടിമറിക്കേണ്ടത്. ഇപ്പോൾ സൽമാൻ ഖുർഷിദൊക്കെ പറഞ്ഞല്ലോ. അതെ, സൽമാൻ ഖുർഷിദും പറഞ്ഞു. അമേരിക്ക എന്നും അട്ടിമറിക്ക് വേണ്ടി ജനത്തിനൊപ്പം നിൽക്കുന്നവരാണ്. ഇതുപോലെ ജനാധിപത്യ വിരുദ്ധമായ ഭരണകൂടങ്ങളെ അട്ടിമറിക്കാൻ. മോദി റഷ്യൻ യുദ്ധത്തിന് ഫണ്ട് കൊടുക്കുന്നു, പലസ്തീൻ കൂട്ടക്കൊലയ്ക്ക് മോദി ഫണ്ട് കൊടുക്കുന്നു. ഫണ്ട് മാത്രമല്ല, ഈ പന്നൻ അറിയാഞ്ഞിട്ട് നമ്മൾ ആയുധം കൊടുക്കുന്നുണ്ട്. അതെ, ഇസ്രായേൽ ഇങ്ങോട്ടും തരാറുണ്ട്. ആവശ്യം വന്നപ്പോൾ നമ്മൾ ആവശ്യം കപ്പൽ കണക്കിന്, കണ്ടെയ്നർ കണക്കിന് കയറ്റി അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിർബാധം തുടരുന്നുണ്ട്. അതെ, മോദിയെ അട്ടിമറിക്കണം. പഞ്ചാബിലെ വിദ്യാർത്ഥികളെ, ഇത് നിങ്ങളുടെ സമയം. മോദിയെ അട്ടിമറിച്ച് സിഖ് സമൂഹത്തിൻ്റെ ശക്തി നിങ്ങൾ കാണിക്കുക. ഹിതപരിശോധനകളൊക്കെ നമ്മൾ ധാരാളം നടത്തുന്നുണ്ട്. ഇനി നിങ്ങൾ ഈ ത്രിവർണ്ണ പതാക കത്തിക്കണം. ഓഗസ്റ്റ് 15 ഞങ്ങൾ എംബസികൾക്ക് മുമ്പിൽ ഈ ത്രിവർണ്ണ പതാക കത്തിക്കും. വാൻകൂവറിൽ, മെൽബണിൽ, വാഷിങ്ടൺ DC. ഇതാണ് വീഡിയോയുടെ ഒരു സത്ത. അല്ല, നമ്മുടെ ഒരു മറ്റൊരു ചില പാർട്ടികൾ ഇങ്ങനെ വിദേശത്തൊക്കെ കറങ്ങി നടക്കില്ലേ, ഈ ബൈക്കിലൊക്കെ ആയിട്ട് അജ്ഞാതൻ എന്ന് പറയുന്നുണ്ട്. ഈ അജ്ഞാതൻ പന്നുവിനെ ഒന്ന് ടാർഗറ്റ് ചെയ്താണല്ലോ. അജ്ഞാതൻ അവിടെ നിജ്ജർ എന്ന് പറഞ്ഞൊരാളെ കൊന്നിട്ടുണ്ട് കാനഡയിൽ. അത് ഈ അജ്ഞാതനാണ് എന്നാണ് പറഞ്ഞ് ട്രൂഡോ ഒക്കെ കുറെ കാലം നടന്നത്. അപ്പം നമ്മൾ തെളിവ് ചോദിച്ചിരുന്നു. നിങ്ങൾ തെളിവ് കഴിഞ്ഞ മാസം, അതിന് മുമ്പത്തെ മാസം 4 പേര് ആ കൊലപാതകത്തിൽ അവിടെ കാനഡയിൽ അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. അതിപ്പോൾ ഇന്ത്യ അയച്ച ആളാണോ അല്ലയോ എന്നുള്ളതൊന്നും കാനഡ പിന്നീട് പറഞ്ഞിട്ടില്ല. വേറെ ആളുകളെയൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അവിടെ. പിന്നെ ഈ നിജ്ജറിൻ്റെ കൊലപാതകത്തിൻ്റെ 1ാം വാർഷികത്തിൽ കാനഡയുടെ പാർലമെൻറ്റിൽ
അവർ എണീറ്റ് നിന്നും മൗനം ആചരിച്ചു MP-മാരൊക്കെ. ഇതിനു മുമ്പും ഒരാൾ ഈ ഉക്രൈൻ യുദ്ധമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ മുമ്പ് മറ്റേ രണ്ടാം ലോക യുദ്ധത്തിൽ ജർമ്മനിയിൽ യുദ്ധം ചെയ്തതാണെന്ന് പറഞ്ഞിട്ട് ഒരാൾക്ക് വേണ്ടിയിട്ടും വെറ്ററാൻ എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ കനേഡിയൻ പൗരനായ ഒരാൾക്ക് വേണ്ടിയിട്ട് എഴുന്നേറ്റ് നിന്നിരുന്നു. പിന്നെയാണ് മനസ്സിലായത് അയാൾ ഹിറ്റ്ലർക്ക് വേണ്ടിയാണ് യുദ്ധം ചെയ്തത്. എന്നിട്ട് അന്നത്തെ സ്പീക്കർക്ക് രാജിവെക്കേണ്ടി വന്നു, അത് വിവാദമായപ്പോൾ. പിന്നെ വന്ന പുതിയ സ്പീക്കറാണ് ഈ നിജർക്ക് വേണ്ടി നമുക്കിനി എഴുന്നേറ്റ് നിൽക്കാമെന്ന് പറഞ്ഞിട്ട് ചരമവാർഷികത്തിൽ. ഇത് കാനഡ ഒരു വല്ലാത്ത സ്ഥലമാണ്. അല്ല, കാനഡയിൽ ട്രൂഡോയുടെ സർക്കാർ തുടരുന്നത് ഖലിസ്ഥാൻ അനുകൂലികളായ 8-10 MP-മാരുടെ പിന്തുണയോടെയാണ്. അതുകൊണ്ട് അവർക്ക് അങ്ങനെ ഈ സർക്കാരിനെ നിലനിർത്താൻ ഈ MP-മാരുടെ പിന്തുണ കിട്ടിയേ പാടുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെ, അതൊരു വല്ലാത്ത സ്ഥലമാണ്. കാരണം മുമ്പ് ഈ കനിഷ്ക വിമാനം തട്ടിക്കൊണ്ടുപോയിട്ട് 300ഓളം പേര് 300 പേരിൽ മഹാഭൂരിപക്ഷം കനേഡിയൻസാണ്. അത് കനേഡിയൻസാണ്. എന്നിട്ട് ആ ഇന്ന ആളുകളാണ് അത് ചെയ്തതെന്നുള്ള ഓപ്പറേഷനിൽ വളരെ വ്യക്തമാണ്. പക്ഷെ ആ അറസ്റ്റ് ചെയ്ത 4 പേര് ആയുധങ്ങൾ അനധികൃതമായിട്ട് കൈവശം വെച്ചു എന്നുള്ള കേസിൽ മാത്രമേ അവരിൽ ചുമത്തിയുള്ളൂ. വിമാനം തട്ടിക്കൊണ്ടുപോയതോ കൊന്നതോ ഒന്നും മറ്റേ കോടതിയിൽ വന്നില്ല. ഇങ്ങനെയാണ് കാനഡ ഇന്ത്യക്കെതിരെ നിലകൊള്ളുന്നത്. പിന്നെ ഈ ഹിതപരിശോധന ഈ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലും ഒക്കെ നടത്തുന്നുണ്ട്. ഈ പന്നിൻ്റെ ഈ സിഖ് ഫോർ ജസ്റ്റിസ് എന്ന് പറഞ്ഞ സംഘടന. ഇവര് ഈ ഭഗവന്ത് സിംഗ് മാനിനെ ഒക്കെ ഫണ്ട് ചെയ്തിരുന്ന ആളുകളാണ് ഇവര്. അതാണ് എൻ്റെ പോയിന്റ്. ഭഗവത് സിംഗ് മാനിനോട് എന്നെ സാമ്പത്തികമായി സഹായിച്ചിരുന്നു, അതായത് ആപ്പിന് വേണ്ടി സഹായിച്ചിരുന്നു. ആപ്പിന്റെ ഫണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഖലിസ്ഥാൻ തീവ്രവാദികളുടെ ഫണ്ടാണ്. അപ്പോൾ പഞ്ചാബ് പോലെ ഏറ്റവും തന്നെയാണ് പറഞ്ഞത് 134 കോടി രൂപ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്, കെജ്രിവാളിന് കൊടുത്തു എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഇപ്പോൾ വന്ന് അവരുടെ കയ്യിൽ നിന്ന് സഹായങ്ങളൊക്കെ കൈപ്പറ്റി ഇനി അവരുടെ കൽപ്പനകൾ അനുസരിക്കാൻ അവർ തിട്ടൂരം കൊടുക്കുന്ന സഭയാണ്. പക്ഷേ മുഖ്യമന്ത്രി എന്ന നിലയിൽ മാന്യത ചെയ്യാതിരിക്കാൻ പറ്റില്ല. പതാക ഉയർത്തിയേ പറ്റുള്ളൂ. അതോടുകൂടി ഒരു ക്ലാഷ് ഉണ്ടാവാം, എന്തുണ്ടാവും. ഏതായാലും പഞ്ചാബിലെ സ്ഥിതി അത്ര ഗുണകരമല്ല, ഒട്ടുമല്ല. കാരണം ഗുരുദ്വാര പ്രബന്ധക് കമ്മിറ്റി കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് അവിടെ ഒരു മ്യൂസിയം തുറന്നു. ഈ സിഖ് കൂട്ടക്കൊലയുടെയൊക്കെ ചിത്രങ്ങളൊക്കെ വെച്ചിട്ട് 20 കൊല്ലമൊക്കെ കഴിഞ്ഞല്ലോ. അപ്പോൾ 20 വയസ്സായ യുവാക്കൾക്ക്, സിഖ് യുവാക്കൾക്ക് ഈ ചരിത്രം അറിയില്ല, അവർ പഠിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് സിഖ് കൂട്ടക്കൊലയുടെ ചരിത്രം, ഭിന്ദ്രൻവാലയുടെ ചിത്രങ്ങൾ. അല്ല, സിഖ് കൂട്ടക്കൊലയുടെ ചരിത്രം പഠിക്കേണ്ടതാണ്. ഇന്ദിരാഗാന്ധിയുടെ മരണത്തിന് ശേഷം ഈ രാജ്യത്തെ ഹിന്ദുക്കളെ കോൺഗ്രസ് പാർട്ടി, ഹിന്ദുക്കളല്ല സിഖുകാരെ കൊന്നത്, കോൺഗ്രസ്സുകാർ എങ്ങനെയാണ്, ഹിന്ദു സമുദായത്തിൻ്റെ തന്നെ ഒരു ഭാഗമാണ് സിഖുകാർ, അവരെ എത്ര വലിയ നരമേധമാണ് നടത്തിയത്, എത്ര വലിയ ഭീകരമായ കൂട്ടക്കൊലയാണ് നടത്തിയത് എന്ന് ചരിത്രത്തിൽ ഈ കോൺഗ്രസ് ഇപ്പോൾ ജനാധിപത്യത്തിനും ഈ ഫാസിസത്തിനും ഒക്കെ എതിരെ പറയുന്ന പാർട്ടിയാണല്ലോ കോൺഗ്രസ്. അതിൻ്റെ യഥാർത്ഥ മുഖം ചരിത്രം ലോകം അറിയണം, പുതിയ തലമുറയും പഠിക്കണം. അടിയന്തരാവസ്ഥയും പഠിക്കട്ടെ, അടിയന്തരാവസ്ഥയുടെയും പാഠപുസ്തകങ്ങളിൽ സിലബസിലൊക്കെ വരട്ടെ. പക്ഷേ തെരഞ്ഞെടുപ്പ് കാലത്ത് ഗുരുദ്വാര പ്രബന്ധക് കമ്മിറ്റി അതിൻ്റെ വാർഷികവും കൊണ്ടാടി. വാർഷികം കൊണ്ടാടുന്നത് ഏതാണ്ട് വോട്ടെടുപ്പിനോട് അടുപ്പിച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ ഇയാളെ അമൃത്പാൽ സിംഗിനെ മാത്രമല്ല ബിയാൻ സിംഗിൻ്റെ മകനെ പാർലമെന്റിലേക്ക് ജയിപ്പിച്ചു. നേരത്തെ സിമ്രൻജിത് സിംഗ് മാനിനെ അവിടുന്ന് ജയിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ പൊതുവെ ഈ കേന്ദ്രവിരുദ്ധമായ ഒരു കാലാവസ്ഥയും രാഷ്ട്രീയവിരുദ്ധമല്ല, ഇന്ത്യ വിരുദ്ധമായി. കേന്ദ്രവിരുദ്ധം അത് മോദിയല്ല, രാഹുൽ ഗാന്ധി ആണെങ്കിലും ഇതൊക്കെ തന്നെയായിരിക്കും. അതായിരിക്കുമല്ലോ. അപ്പോൾ ഇന്ത്യ വിരുദ്ധമായ ഒരു ട്രെൻഡാണ്. അപ്പോൾ അതിന് ആക്കം കൂട്ടുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ ഉള്ളത്. ആപ്പിൻ്റെ സർക്കാർ അവിടെ ഭരിക്കുന്നു. അപ്പോൾ പഞ്ചാബ് നമ്മുടെ രാജ്യത്തിനോടൊപ്പം ചേർന്ന് നിന്ന് സുരക്ഷിതമായി സമാധാനപരമായി നീങ്ങണമെങ്കിൽ ആപ്പിൻ്റെ സർക്കാർ പോകണം. ഇനി ഈവൻ കോൺഗ്രസ് വന്നാൽ പോലും താരതമ്യേന സേഫ് ആയിരിക്കും. അപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ സർക്കാർ പോവുകയും അകാലിദളിൻ്റെ ഒരു സർക്കാർ തിരിച്ചു വരികയും കാലത്താണ് നമ്മളീ പറഞ്ഞതിൻ്റെ അകത്ത് തന്നെ ഇയാൾ ജലന്ധറിൽ കൊടിയുയർത്തെന്ന് പറയുന്നത് എന്ത് ന്യായത്തിലാണ്? ചണ്ഡീഗഡിലല്ലേ ഇത് ഉയർത്തണം, ക്യാപിറ്റൽ അവിടെയാണല്ലോ. അതെ, അപ്പോൾ അത് തന്നെ മാറ്റി വെച്ചിട്ടുണ്ട്. അതപ്പോൾ എന്തെങ്കിലും ഇവരുമായിട്ടുള്ള സംഭാഷണത്തിൻ്റെ അടിസ്ഥാനത്തിലോ ഒരു സന്ധി ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ചിട്ടോ സ്ഥലം മാറ്റിത്തരാം, എന്തെങ്കിലും പറഞ്ഞത് കേട്ടതാകട്ടെ എന്ന് വെച്ച് ചെയ്താന്ന് തോന്നുന്നു. ഏതായാലും ആപ്പിൻ്റെ അവസാനത്തോടു കൂടിയേ, അല്ലെങ്കിൽ ആപ്പിൻ്റെ സർക്കാർ പഞ്ചാബിൽ വീണാൽ മാത്രമേ പഞ്ചാബ് ഒരു കലാപഭൂമിയായി മാറാതെ ദേശീയ
പ്രസ്ഥാനത്തിൻ്റെ ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി നിലനിൽക്കുകയുള്ളൂ. ആപ്പ് എവിടെ വന്നാലും ഒരു വിധ്വംസക രാഷ്ട്രീയത്തിന് വളം വെച്ചു കൊടുക്കുന്നവരാണ്. അപ്പോൾ അതിൻ്റെ കഥ കഴിയാറാകട്ടെ എത്രയും പെട്ടെന്ന് എന്ന് നമുക്ക് ആശിക്കാം. അകാലിദളെങ്കിൽ അകാലിദൾ വരട്ടെ. അല്ലെങ്കിൽ ഈ സിഖ് ഫോർ ജസ്റ്റിസ് ആണെങ്കിൽ അവർ ആപ്പിൻ്റെ മുകളിലൊരു ആപ്പ് അടിച്ച് കയറ്റട്ടെ. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.